വെൽക്കം ടു മോട്ടറിംഗ് ലൈഫ്. ഇന്നത്തെ വീഡിയോ റെഗുലർ മെയിൻ്റനൻസിൽ വരുന്ന ചെയിനിനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോയിൽ ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്നാണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ള റോയൽ എൻഫീൽഡ് ഹിമാലയൻ ആണ്. അപ്പോൾ തുടങ്ങുന്നത് ചെയിൻ ക്ലീനിങ്ങിൽ നിന്നാവാം. ഇത് ഹിമാലയൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഇന്നസ് പോക്കറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നസ് പോക്കറ്റിൻ്റെ കേസിംഗ് തുറക്കാനുള്ള ബോൾട്ട് 8 mm ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 8 mm ടീ വെച്ചിട്ടാണ് അതിനെ തുറക്കുന്നത്. ടീ വെച്ച് ലൂസ് ചെയ്തതിന് ശേഷം അതിനെ കൈ വെച്ച് കറക്കി ലൂസ് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ കെറോസിനാണ്, അഥവാ മണ്ണെണ്ണ എന്ന് പറയുന്നതാണ്. ഞാൻ ഇവിടെ കൊളിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. കൊളിൻ്റെ ബോട്ടിൽ ചൂസ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, ഈ ബോട്ടിൽ സ്പ്രേയും കൂടെ വരുന്നത് കൊണ്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ കൊള്ളിൻ്റെ സൊല്യൂഷൻ അല്ല ഇരിക്കുന്നത്, മണ്ണെണ്ണയാണ് ഇരിക്കുന്നത്. രണ്ടും കാണാൻ ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. ഇത് 2 ഉപയോഗശൂന്യമായിട്ടുള്ള ഹാർഡ് ടൂത്ത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്നസ് പോക്കറ്റിനെയും ചെയിനെയും ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ബ്രഷ് ഉപയോഗിച്ച്. കൂടുതൽ അഴുക്കിരിക്കുന്ന സ്ഥലത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അഴുക്കുകൾ ഇളകി പോകുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ബ്രഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതായിരിക്കും. റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്നത് ഓറിംഗ് ടൈപ്പ് ചെയിനാണ്. അതുകൊണ്ട് റോൾ ഓണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓറിംഗ് വരുന്ന ടൈപ്പിൽ, അതായത് റോയൽ എൻഫീൽഡിലെ സ്റ്റോക്ക് ചെയിനിൽ വരുന്നതിൽ അഴുക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നതാണ് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഏത് ചെയിനാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. എനിക്കറിയാവുന്ന എൻഫീൽഡ് ഓണേഴ്സിൻ്റെ നിന്ന് മനസ്സിലായത് ഓറിംഗ് ടൈപ്പ് ചെയിനിൽ ലൈഫ് കൂടുതലാണെന്നത്രേ പറയുന്നത്. ഇനി ഔട്ടർ പോക്കറ്റ് ക്ലീൻ ചെയ്യാം. ഔട്ടർ പോക്കറ്റിൽ നല്ലതുപോലെ കെറോസിൻ സ്പ്രേ ചെയ്യേണ്ടതാണ്. അതിൽ ബ്രഷ് പിടിക്കാനുള്ളത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെയാണ്, മുകളിലും താഴെയും 2 സൈഡിലും കൂടി ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ബ്ലൂ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലീനിങ്ങിനാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മണ്ണെണ്ണ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യേണ്ടതാണ് ഒന്നും കൂടി. റെഡ് ബ്രഷ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലീനിങ്ങിനുമാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മണ്ണെണ്ണ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യേണ്ടതാണ് ഒന്നും കൂടി. അതിനുശേഷം ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രമോ കോട്ടൺ വേസ്റ്റോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ. ഞാനിവിടെ 2 വസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, കാരണം അത് വളരെ അപകടമാണ്. കൈ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നമ്മളുടെ വിരൽ. ഔട്ടർ പോക്കറ്റിനെ വസ്ത്രം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതുപോലെ തന്നെ ഇന്നസ് പോക്കറ്റിനെയും ക്ലീൻ ചെയ്യേണ്ടതാണ് വസ്ത്രം ഉപയോഗിച്ച്. ഇന്നസ് പോക്കറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും കൂടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇന്നസ് പോക്കറ്റിൻ്റെ കവറിംഗ് ആയ കേസിങ്ങും കൂടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാണിക്കുന്നത് ചെയിൻ എങ്ങനെ ലൂപ്പ് ചെയ്യാമെന്നാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത ഓയിലാണ് ഞാനിവിടെ ലൂബായിട്ട് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം എൻജിൻ നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന ഓയിലിൽ ചെയിനിന് ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ അതിനുണ്ട്. ചെയിൻ ലൂബിനേക്കാളും ബെസ്റ്റ് എൻ്റെ അറിവിൽ ഗിയർ ഓയിലാണ്. ഇതിൽ കിടക്കുന്നത് ഓറിംഗ് ടൈപ്പ് ആയിട്ടുള്ള ചെയിൻ ആയതുകൊണ്ട് 2 സൈഡിലും സെൻറ്ററിലുമാണ് ഓയിൽ കൂടുതൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഡ്രെയിൻ ചെയ്ത എൻജിൻ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലൂബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബൈക്കിനെ ഫസ്റ്റ് ഗിയറിൽ ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ യൂസ് ചെയ്ത ലൂബ്രിക്കൻറ്റ് എല്ലാ സ്ഥലത്തും എത്തുകയുള്ളൂ. ലൂബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നസ് പോക്കറ്റിൻ്റെ കേസിംഗ് തിരികെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചെയിൻ ടൈറ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.